നമ്മുടെ മോട്ടോർ സൈക്കിൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നോക്കേണ്ട ബേസിക് ചെക്ക് ലിസ്റ്റാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ബൈക്ക് സ്ട്രൈറ്റായി നിർത്തിയ ശേഷം എഞ്ചിൻ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക. ഈ കാണുന്ന ലെവൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഉള്ളിലായിരിക്കണം എഞ്ചിൻ ഓയിൽ ലെവൽ ഉണ്ടാവേണ്ടത്. അടുത്തതായി ലിക്വിഡ് കൂൾഡ് വാഹനങ്ങളാണെങ്കിൽ കൂളൻ്റ് ലെവൽ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അടുത്തതായി വാഹനത്തിന് കീ ഓൺ ചെയ്ത് വാർണിംഗ് ലൈറ്റ്സുകൾ ഓക്കെ ആണെന്നും ബാറ്ററി ഹെൽത്തി ആണെന്നും ഉറപ്പുവരുത്തുക. ഇനി കിൽ സ്വിച്ച് ഓൺ ചെയ്ത് ഫ്യൂൽ ഇഞ്ചക്ടർ പമ്പ് ഓണാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ വാഹനം കാർബറേറ്റർ ആണെങ്കിൽ ഈ പ്രൊസീജിയറിൻ്റെ ആവശ്യമില്ല. വാഹനം സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഓടിച്ചു പോരുത്. ഒരു 2 മിനിറ്റ് നേരം ഐഡിലിൽ നിർത്തുക. അതിനുശേഷം വാഹനത്തിൻ്റെ ഓരോ ഗിയറും കൃത്യമായ വേഗതയിൽ ഷിഫ്റ്റ് ചെയ്ത് സ്മൂത്തായി ഓടിച്ചു കൊണ്ടുപോവുക. അടുത്തതായി പലരും മറക്കുന്ന കാര്യമാണ് വാഹനത്തിൻ്റെ റിയർ വ്യൂ മിറേഴ്സ്. പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ് വാഹനം കിട്ടിക്കഴിഞ്ഞാൽ മിറേഴ്സ് എടുത്ത് ഒഴിവാക്കാറുണ്ട്, വാഹനത്തിന് ഭംഗി പോകുമെന്ന് പറഞ്ഞ്. പക്ഷേ നമ്മളുടെ മുന്നിലെ കണ്ണുകൾ പോലെ തന്നെ നമ്മളെ പിന്നിലേക്ക് കാണാൻ സഹായിക്കുന്ന കണ്ണുകളാണ് ഈ റിയർ വ്യൂ മിറേഴ്സ്. ഇതിലെ നോക്കി സുരക്ഷ ഉറപ്പാക്കിയ ശേഷം വേണം നമ്മൾ ലെയിൻ ചേഞ്ചുകൾ ചെയ്യാനായിട്ട്. അടുത്തതായി വാഹനത്തിന് മുന്നിലും പിന്നിലുമുള്ള ഇൻഡിക്കേറ്ററുകൾ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ വാഹനത്തിൻ്റെ ദിശ മാറ്റുമ്പോൾ നമ്മൾ എന്തായാലും ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കണം. അടുത്തതായി വാഹനത്തിൻ്റെ ടെയിൽ ലൈറ്റും ബ്രേക്ക് ലൈറ്റും ചെക്ക് ചെയ്യുക. പല വാഹനങ്ങൾക്കും ഞാൻ ബ്രേക്ക് ലൈറ്റോ ടെയിൽ ലൈറ്റോ പലപ്പോഴും കാണാറില്ല. നമ്മുടെ വാഹനം ബ്രേക്ക് ചെയ്യുന്നത് പിറകിലെ വാഹനത്തിനെ അറിയിക്കാനുള്ളതാണ് ഈ ബ്രേക്ക് ലൈറ്റ്. അതുപോലെ രാത്രി റോഡിൽ നമ്മുടെ വാഹനത്തിൻ്റെ പൊസിഷൻ പിറകിലെ വാഹനങ്ങൾക്ക് കാണാനാണ് ടെയിൽ ലൈറ്റ്. നെക്സ്റ്റ്, വാഹനത്തിലെ ഫ്രണ്ട് ഫോക്കുകൾ ചെക്ക് ചെയ്ത് ഓയിൽ ലീക്ക് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഫോക്കിൻ്റെ ഈ ഏരിയ ക്ലീൻ ആക്കി വെക്കുക. അടുത്തതായി മോട്ടോർ സൈക്കിൾ ചെയിനിൻ്റെ സ്ലാക്ക് ഒന്ന് പരിശോധിക്കുക. ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ചെയിൻ ഒരുപാട് ലൂസായി താഴ്ന്നു കിടക്കാനോ ഒരുപാട് ടൈറ്റായിരിക്കാനോ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം. ഓരോ 500 കിലോമീറ്ററിനും ചെയിൻ അഡ്ജസ്റ്റിംഗ് നിർബന്ധമായും ചെയ്യുക. അടുത്തതായി ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. കൂടാതെ മുന്നിലും പിന്നിലുമുള്ള ഡിസ്ക് ബ്രേക്കിൻ്റെ ഓയിൽ ക്യാനുകളും ചെക്ക് ചെയ്യുക. ബ്രേക്ക് ഫ്ലൂയിഡ് കൃത്യമായ അളവിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഹെഡ്ലൈറ്റിൻ്റെ ഹൈ ലോ ബീമുകൾ ചെക്ക് ചെയ്യുന്നതോടൊപ്പം പാസ് സ്വിച്ചും ചെക്ക് ചെയ്യുക. അടുത്തതായി നോക്കേണ്ടത് വാഹനത്തിൻ്റെ ടയർ പ്രഷറാണ്. ഇത് നമ്മുടെ വാഹനത്തിൻ്റെ ചേസിസിൽ എവിടെയെങ്കിലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇതുപോലുള്ളൊരു പോർട്ടബിൾ കംപ്രസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എയർ റീഫിൽ ചെയ്യാവുന്നതാണ്. കടകളിൽ പലപ്പോഴും എയർ കൂടുതലായി വാഹനത്തിൻ്റെ ടയറിൽ അടിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഈ ഡിവൈസ് ഉപയോഗിച്ചിട്ട് കൃത്യമായ മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്ന ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ ടയറിൻ്റെ വാൽവിൽ വരുന്ന ഈ ഡസ്റ്റ് ക്യാപ്പ് നിർബന്ധമായും റീഫിറ്റ് ചെയ്യുക. ഫൈനലി, വാഹനം ഓടിക്കുന്നതിന് മുമ്പ് ഹെൽമെറ്റ് നിർബന്ധമായും ധരിക്കുക. അതുപോലെ ചിൻ സ്ട്രാപ്പും. ചിൻ സ്ട്രാപ്പിൻ്റെ ടൈറ്റ്നസ് 2 ഫിംഗർ കയറാൻ പാകത്തിനായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓവർ ടൈറ്റ് ചെയ്യരുത്. പിന്നെ ഇതുപോലുള്ളൊരു ബേസിക് റൈഡിംഗ് ഗ്ലൗ എങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതുകൊണ്ട് കുറച്ചൊക്കെ സേഫ്റ്റിയും നല്ലൊരു റൈഡിംഗ് ഗ്രിപ്പും നമുക്ക് ലഭിക്കും. അതുപോലെ ഹെൽമെറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെഡിൻ്റെ അളവിന് കൃത്യമായി നോക്കി വേണം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ചെക്ക് ലിസ്റ്റ്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.